മോഹൻ സാറേ നമസ്കാരം. നമസ്കാരം. ശരിക്കും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. ഒരുപാട് വർഷങ്ങളായിട്ട് കാണുന്ന ഒരു പേരാണ് വെണ്ണല മോഹൻ എന്നുള്ളത്. അപ്പോൾ നിരവധിയായ നോവലുകളെല്ലാം എഴുതുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആയില്യം എന്നൊരു നോവൽ എഴുതിയപ്പോൾ ജീവിതത്തിൽ ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടായതായി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്താണ് ശരിക്കും അതൊക്കെ? ശരിക്കും ആയില്യം എന്ന നാള് തന്നെ സർപ്പത്തിൻ്റെ നാളാണ്. ആ. ഈ ആയില്യം എന്ന നോവലും സർപ്പമാണ് അതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ പാമ്പാണ് അതിൻ്റെ അകത്ത് മുഖ്യ കഥാപാത്രമായിട്ട് വരുന്നത്. ഏതാണ്ട് 92, 93 കാലഘട്ടത്തിലാണ് ഈ നോവൽ എഴുതുന്നത്. നോവൽ പ്രസിദ്ധീകരിക്കുന്നത് അമേരിക്കൻ പത്രം, അതായത് മലയാള പത്രം എന്നുള്ള പേരിൽ അമേരിക്കൻ മലയാളികൾ വായിച്ചിരുന്നൊരു വാരികയിലാണ്. അവർക്ക് ഇന്ത്യൻ കൾച്ചറിൽ ഒരു നോവൽ എഴുതുക എന്നുള്ളതും കൂടി എനിക്കുള്ള താല്പര്യമായിരുന്നു. അവർക്കത് കൊടുക്കുക, അവർക്കത് നെസ്റ്റാൾജിക് ആയിരിക്കും. അതിനേക്കാൾ കൂടുതൽ ഈ ഫോക്ലോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള ചില കലകളുമായിട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നോവലായിരിക്കും. അതിൻ്റെ ഒരു ഭൂമികയിൽ ഇതിന് കുറേ സാധ്യതകളും ഞാൻ കണ്ടു. അങ്ങനെയാണ് ആയില്യം നോവൽ എഴുതുന്നത്. ആയില്യത്തിലെ മുഖ്യ കഥാപാത്രം സർപ്പമാണെങ്കിലും സർപ്പം ഈ ശരിക്കും പറഞ്ഞാൽ നിഴൽ പോലെ നിൽക്കുകയുള്ളൂ. ഓരോ ചാപ്റ്ററിലും നിഴലാണ്, ശരിക്കും നിഴൽ പോലെയാണ്. മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നില്ല, സർപ്പത്തിൻ്റെ സാന്നിധ്യമാണ് ഉള്ളത്. ഈ നോവൽ എഴുതുന്ന സമയത്ത് ഓരോ ചാപ്റ്റർ എഴുതുമ്പോഴും ഒന്നുമില്ലേ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടോ രാത്രിയിലോ ഞാൻ എൻ്റെ എഴുത്തുമുറിയുടെ ഫ്രണ്ടിൽ പാമ്പിനെ ഞാൻ കണ്ടിരുന്നു. ഒരു ആയില്യം നാളിൽ തുടങ്ങി മറ്റൊരു ആയില്യം നാളിൽ തീരുന്ന 13 ചാപ്റ്റർ വരുന്ന നോവലാണിത്. 13 തവണയും ഇതുപോലെ പാമ്പിനെ ഞാൻ കാണുകയുണ്ടായി. പാമ്പിനെ ഉപദ്രവിക്കാറില്ല, നേരെ പറഞ്ഞുകൊണ്ട് അത് നേരെ ഇഴഞ്ഞു പോവുകയും ചെയ്യും. കണ്ടു കഴിഞ്ഞപ്പോൾ ഇഴഞ്ഞു പോവുകയും ചെയ്തു. ഇതെനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് അക്കാലത്ത് തോന്നിയിരുന്നു. ഇക്കാലത്തും അത് അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നണേ. എന്തുകൊണ്ട് ഈ പാമ്പ് അവിടെ വന്ന് കിടന്നു? പിന്നീട് ഞാൻ കണ്ടിട്ടുമില്ല. നോവൽ തുടങ്ങുന്ന സമയത്ത് കാണുന്നു, അവസാനിക്കുന്ന സമയത്തും കാണുന്നു. അതായത് ഓരോ ചാപ്റ്ററിലും തുടക്ക അവസാനങ്ങളിൽ കാണുന്നു. ഇതെനിക്ക് ഇന്നും ഒരു പ്രഹേളികയായിട്ട് മനസ്സിൽ നിൽക്കുകയാണ്. ആയില്യം നോവൽ എഴുതിയപ്പോഴുള്ള അനുഭവം നമ്മൾ കേട്ടു. ഇപ്പോൾ എത്ര വർഷങ്ങളായി സാറേ നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ട്? ഞാൻ 7ാം ക്ലാസ്സിൽ വെച്ചാണ് എൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിക്കുന്നത്. അത് തളിരെന്ന് പറഞ്ഞ മാസികയിലാണ്. തുടർന്ന് ബാലലോകം. ഞാൻ ഏതാണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ബാലലോകത്തിൻ്റെ എഡിറ്റോറിയലിൽ എത്തിക്കഴിഞ്ഞിരുന്നു. പിന്നെ സ്കൂളിൽ വച്ച് ജില്ലാതലത്തിൽ തുടങ്ങി മറ്റുള്ള എല്ലാ തലങ്ങളിലും മത്സരങ്ങളൊക്കെ ആയിട്ട് കഥയുമൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് വർഷങ്ങളുടെ ഒരു പരിചയം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഏകദേശം എത്ര നോവലുകളുണ്ട് ഇപ്പം? ഒരു 40ഓളം നോവലുകൾ കാണും. പുസ്തക രൂപത്തിൽ അത്രയില്ല, ഇല്ല. എഴുതിയേക്കുന്ന 40ഓളം നോവലുകളാണ്. ഇതോടൊപ്പം തന്നെ മറ്റുള്ള നോവലിസ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമാണ് സാറ്. കാരണം ഇപ്പം ഡബ്ബിംഗ് മേഖലകളിൽ, അതുപോലെ തന്നെ അഭിനയ മേഖലകളിൽ, തിരക്കഥയുടെ മേഖലകളിൽ എല്ലാം ഉണ്ടല്ലേ? ആ ഒരു അനുഭവങ്ങൾ എന്തൊക്കെയാണ്? രംഗത്തും ഉണ്ടായിരുന്നു കുറേ കാലം. ഇത് നോവലുകളുടെ കാര്യത്തിലും അത് തന്നെ ഞാൻ ചെയ്തിരുന്നു. കോട്ടയം പ്രസിദ്ധീകരണങ്ങളിൽ മാത്രമല്ല, കോഴിക്കോട് പ്രസിദ്ധീകരണങ്ങളിലും തിരുവനന്തപുരം പ്രസിദ്ധീകരണങ്ങളിലും ഒരേ സമയം തന്നെ എഴുതിയിരുന്നു. കോട്ടയം പ്രസിദ്ധീകരണങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങാതെ ശ്രദ്ധിച്ചിരുന്നു, അല്ലെങ്കിൽ അല്ലാത്ത ചില അവർക്ക് വേണ്ട ചില നോവലുകളും കൂടി എഴുതാൻ സാധിച്ചിരുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ട് നിൽക്കുന്നു. ഇവിടെ കഥകൾ എഴുതുന്ന സമയത്തും ധാരാളം അനുഭവങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഓർക്കണത് ഒരു ചുവന്ന പെൺകുട്ടിയുടെ കഥ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പണ്ടൊരിക്കൽ ഒരു കഥ എഴുതിയിരുന്നു. വീടിനടുത്ത് ഒരു ലൈംഗിക തൊഴിലാളി വന്ന് താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം അവർ രാവിലെ പോകുന്നു, വൈകുന്നേരം വരുന്നു, എവിടെ വീട്ടു ജോലിക്ക് പോകുന്നു എന്നാണ് അവിടെ പറയുക. പക്ഷേ ആളുകൾക്കൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. അവർ കൊല്ലപ്പെട്ടു. ഇതെന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അവർ കൊല്ലപ്പെട്ടു എന്നുള്ളതല്ല, ആ കുട്ടിയുടെ അനാഥത്വമാണ്. ആ അനാഥത്വം വല്ലാതെ ബാധിച്ചപ്പോഴേ, അല്ലെങ്കിൽ വല്ലാതെ തന്നെ ബന്ധിച്ചപ്പോൾ എഴുതിയതാണ് ഒരു ചുവന്ന പെൺകുട്ടിയുടെ കഥ. ഈ കഥ വന്നതിന് ശേഷം ധാരാളം ആളുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. അതേപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ സെറ്റയറായിട്ടൊരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. പേര് ഒരു പുരാവൃത്തത്തിന് ശേഷം എന്നായിരുന്നു. നമ്മളൊരു പഴയ കഥ കേട്ടിട്ടുണ്ട്, ഒരു ബാർബറുകാരുടെ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ കഥ. രാജാവിന് ഒരു മുടിവെട്ടുകാരനുണ്ടായിരുന്നു. രാജാവിനുണ്ടായിരുന്നത് കഴുതച്ചെവിയായിരുന്നു. മുടിവെട്ടുകാരൻ ഇത് തിരിച്ചറിയുന്നു. ഇത് ഈ രഹസ്യം സൂക്ഷിക്കാൻ കഴിയാതെ മുടിവെട്ടുകാരൻ അല്ലെങ്കിൽ ആ ക്ഷുരകൻ കാട്ടിൽ ഇത് വിളിച്ചു പറയുകയും കാട്ടിൽ നായാട്ടിന് പോയ രാജാവിനെ കാട്ടിലുള്ള വൃക്ഷങ്ങൾ മുഴുവനും കഴുതച്ചെവിയൻ രാജാവ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഈ ക്ഷുരകനാണ് ഈ രഹസ്യം പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ രാജാവ് ക്ഷുരകനെ കൊന്നുകളയുകയും ചെയ്തു. ഇതാണ് പുരാവൃത്തം. പക്ഷേ പിന്നീട് ജനാധിപത്യ ഭരണം വരികയും രാജാവിന് പകരം ഇവിടെ മന്ത്രിമാരും മറ്റും ഭരിക്കാൻ തുടങ്ങി. മുഖ്യമന്ത്രി വന്നു. മുഖ്യമന്ത്രിക്ക് ഇതേപോലെ കഴുതച്ചെവിയായിരുന്നു. കൊന്നുകളയാൻ നിർവാഹമില്ല ആരെയും. ആ സ്ഥിതിക്ക് ക്ഷുരകന് കാര്യം അറിയാം. ക്ഷുരകൻ ഇതേപോലെ മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി എനിക്കിത്
അങ്ങനെയോട് പറയാതിരിക്കാൻ വയ്യ, ഈ രഹസ്യം എനിക്ക് സൂക്ഷിക്കാൻ പറ്റണില്ല, ഞാൻ കാട്ടിൽ പോയി പറഞ്ഞോട്ടെ. രാജാവ് പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ ക്ഷുരകൻ കാട്ടിൽ പോയി പറഞ്ഞു. കാടത് ഏറ്റു പറയാതിരിക്കാൻ കാട് വെട്ടി എടുത്തോളാനും പറഞ്ഞു. അങ്ങനെ വീണ്ടും വീണ്ടും ക്ഷുരകന്മാരുണ്ടായി, വീണ്ടും വീണ്ടും കാട് വെട്ടി. അങ്ങനെയാണ് വനനശീകരണം വന്ന് എന്നുള്ള രീതിയിലായിരുന്നു ആ കഥ. ആ കഥ കഴിഞ്ഞതോടുകൂടി ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ എനിക്കെതിരെ വലിയ രോഷപ്രകടനവും മറ്റുമൊക്കെ നടത്തുകയുണ്ടായി. അവരുടെ മുഖ്യമന്ത്രിയാണ്, അവരുടെ നേതാവിനെയാണ് ഞാൻ ആക്ഷേപിച്ചത് എന്ന് പറഞ്ഞുള്ള പേരിൽ. അതുമാത്രമല്ല, ഈ ക്ഷുരകനെയൊക്കെ മന്ത്രിയാക്കി എന്നും കൂടി ഈ കഥയിൽ പറയുന്നു. ഓരോ തവണ പോയ ഈ ക്ഷുരകൻ പിന്നീട് മന്ത്രിയായി. അങ്ങനെ 14 മന്ത്രിമാരുണ്ടായെന്നും ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായെന്നും ഒക്കെയാണ് കഥ അവസാനിക്കുന്നത്. ഇതും എൻ്റെ ജീവിതത്തിലൊരു അനുഭവമായിട്ടാണ് ഞാനിപ്പോഴും കരുതുന്നത്. ഞാൻ കൂടുതലും ജനപ്രിയ സാഹിത്യമാണ് ചെയ്തിരുന്നത്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ ഒരു ധാരണയും എല്ലാ സാഹിത്യവും ജനപ്രിയമാകണം എന്നുള്ളതാണ്. ജനപ്രിയം സാഹിത്യം എന്ന് വേർതിരിവിന് ഇല്ലാതെ തന്നെ അതിരുകളില്ലാത്ത ആകാശമായിരിക്കണം സാഹിത്യം എന്നും അവിടെ പറന്നു നടക്കാൻ അക്ഷരസ്നേഹികളായ ആസ്വാദകർ കഴിയണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാത്ത പ്രസിദ്ധീകരണങ്ങൾ, ജനപ്രിയ പ്രസിദ്ധീകരണങ്ങൾ എന്ന് നമ്മൾ വിച്ഛേദിക്കുന്ന അല്ലാത്ത പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ചില ഗുണങ്ങളുണ്ടായത് എൻ്റെ ഒരു കഥ പഠിപ്പിക്കാനുണ്ടായി എന്നുള്ളതാണ് ഒരു തവണ. രണ്ടാമത്തത് ഏതാണ്ട് 2018 ഭാഷാ സംഗമം, ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഷാ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള ഒരു ഭാഷാ സംഗമം ഡൽഹി JNU യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുകയുണ്ടായി. കേരളത്തിൽ നിന്ന് പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അവിടെ JNUവും UP സർക്കാരും ചേർന്നാണ് നടത്തിയത്. ഞങ്ങൾ 3 പേരെയാണ് സെലക്ട് ചെയ്തത്. അതിലൊരാൾ ഞാനായിരുന്നു. അവിടെ വെച്ച് ഒരു പ്രബന്ധം അവതരിപ്പിക്കേണ്ടായത് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവമായിട്ട് കൂട്ടുമാണ്. അതേപോലെ തന്നെ മഹാത്മാ അയ്യങ്കാളി ചെയറും കേരള യൂണിവേഴ്സിറ്റിയും കൂടി നവോത്ഥാന ശില്പശാല നടത്തി. പണ്ഡിറ്റ് കറുപ്പിനെക്കുറിച്ചുള്ള പ്രബന്ധം അവതരിപ്പിച്ചത് ഞാനാണ്. അങ്ങനെ ഒത്തിരി ആൾക്കാർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഈ പ്രബന്ധങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു പുസ്തകം യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, നവോത്ഥാനം, ദിശയും ദിശാബോധവും. ഇതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കരുതുന്നു. നൂതനമായൊരു സാഹിത്യം ഉണ്ടാക്കിയതാണ് നുറുങ്ങ് എന്നുള്ളത്. നുറുങ്ങ് എന്നത് FBയിലാണ് ആദ്യം പോസ്റ്റ് ചെയ്യുന്നത്. FBയിലുള്ള പലതും വൈറലായി നോക്കിയാൽ ജിജോ രാജകുമാരിയുടെ നിത്യേന എന്നുള്ള കവിതകളായിരുന്നു എന്നെ സംബന്ധിച്ച് ഒരർത്ഥത്തിൽ അത് പ്രചോദനമായത് വേറൊരു സാഹിത്യം സൃഷ്ടിക്കാനായിട്ട്. ജിജോ എന്നെ അതിന് പല കാര്യത്തിലും, സാഹിത്യ കാര്യത്തിലല്ല, ഡിസൈൻ ചെയ്തിരുന്ന കാര്യത്തിൽ പോലും എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് നന്ദിപൂർവ്വം ഞാൻ ഓർപ്പാണ്. ആ നുറുങ്ങുകൾ വളരെ വൈറലാവുകയും നൂതന സാഹിത്യം എന്നുള്ള രീതിയിൽ ബെസ്റ്റ് ഇന്ത്യ റെക്കോർഡിന് അത് അർഹമാവുകയും ചെയ്തു. ഇങ്ങനെ വൈറലായ കുറേ കാര്യങ്ങളുണ്ട്. ധർമായണ എന്ന പുസ്തകം വൈറലായത് FBയിലൂടെയാണ്. അപ്പോൾ നവമാധ്യമങ്ങൾ, കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ പുസ്തകം വൈറലായത് ഇങ്ങനെയാണ്, നോവൽ വൈറലായത് FBയിലൂടെയാണ്. അപ്പോൾ നവമാധ്യമങ്ങൾ പലപ്പോഴും വിട്ടുകളയേണ്ടതല്ല, ഗണനീയമാണ് എന്നും കൂടി ഞാൻ ഓർക്കുന്നു. ഞാൻ ജനിച്ചത് വെണ്ണലയിലാണ്, വളർന്നത് വെണ്ണലയിലാണ്. ഇപ്പോൾ പക്ഷേ വെണ്ണല മോഹൻ എന്നാണ് പേരുള്ളതെങ്കിലും ഉദയംപേരൂരാണ് താമസിക്കുന്നത്. ഈ വെണ്ണല എന്നെ സംബന്ധിച്ച് വലിയ നൊസ്റ്റാൾജിക്കാണ്. അതുകൊണ്ട് തന്നെ 9ാം ക്ലാസ്സിൽ വെച്ച് വെണ്ണലയെക്കുറിച്ച് ഞാൻ കവിത എഴുതേണ്ടായി. വെണ്ണലക്കയ്യാൽ സന്തതം താളം ഇട്ടിടുന്നത് ഈ അമ്പുതി, പച്ചമാമര കൊമ്പുകൾ കാറ്റിൽ പാട്ടുപാടുന്ന നാത്തരം, അഗ്കളത്തിൽ നിന്നൊൽകളിക്കുന്നു ശാന്തിതൻ കർമ്മ പീയൂഷം, മന്ദം മന്ദം മരന്തമുണ്ണുവാൻ ചുണ്ടിലോമന പാട്ടുമായി എന്ന് തുടങ്ങുന്ന ഒരു കവിതയൊക്കെ ആ കാലഘട്ടത്തിൽ എഴുതിയത് ഞാനിപ്പോഴും ഓർക്കുന്നു. എല്ലാവർക്കും ജന്മദേശം ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലോ. എന്നെ സംബന്ധിച്ചും വെണ്ണല എനിക്ക് പ്രിയപ്പെട്ടതാണ്. വെണ്ണലക്കാരനായി തന്നെ ഞാൻ ഉദയംപേരൂർ താമസിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും എറണാകുളത്തു നിന്ന് ഇടുക്കിയുടെ ഈ തണുപ്പ് തേടി ഇവിടെ എത്തി കാണാൻ കഴിഞ്ഞു. ഒപ്പം നമ്മുടെ ഈ ചെറിയ യൂട്യൂബ് ചാനലിൽ സഹകരിച്ചതിനും ഒരുപാട് നന്ദി. വളരെ സന്തോഷം, നന്ദി.